ഞാനും ശ്രീ വേണു 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ വരെ ഇതൊരു പിഴവ്, പ്രൊസീജിയറൽ എറർ, ടെക്നിക്കൽ എറർ പോലുള്ള കാര്യങ്ങളുടെ പരിധിയിൽ നിൽക്കുകയായിരുന്നു. ഇന്ന് അതൊരു ക്രിമിനൽ കോൺസ്പിറസി ആണോ എന്ന സംശയത്തിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഇന്ന് ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുപോയ ഈ നമ്മുടെ ദ്വാരപാലകരുടെ പാളികളല്ല തിരിച്ചു കൊണ്ടുവന്നത്. വിനീത് ജെയിൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഒരു വ്യവസായി പാളി വിനീത് ജെയിൻ എന്നാണ്, അല്ലെങ്കിൽ സബ്ജക്ട് കറക്ഷൻ. അവിടുത്തെ ബാംഗ്ലൂരിലെ ഒരു അമ്പലത്തിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയെന്നും സബ്ജക്ട് ടു ഈ വിനീത് ജെയിൻ എന്നാണ് ഞാൻ ചില മാധ്യമങ്ങളിൽ വായിച്ചത്. പേര് ജെയിൻ എന്നുള്ള പേര് അവിടെ ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ അദ്ദേഹം ഹൈദരാബാദിൽ നിർമ്മിച്ച് ചെന്നൈയിൽ വെച്ച് അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഇവിടുത്തെ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ? ഇത് മാറ്റാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആര് അധികാരം കൊടുത്തു? ശബരിമലയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അയ്യപ്പന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? അതിന്റെ മേളിലുണ്ടായിരുന്ന സ്വർണ്ണം എവിടെ? ഇത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? അതായത് കൊണ്ടുപോയപ്പോൾ 42.8, 25.4 + 17.4, 42.8 തിരിച്ചു വന്നപ്പോൾ അത് 38.25 ഇയാള് അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ 400 ഗ്രാമോളം കൂട്ടി 38.63. ബേസിക്കലി 4.541 കിലോഗ്രാം സ്വർണ്ണ ക്ലാഡിംഗ് കുറഞ്ഞോ എന്നുള്ളതാണ് ഹൈക്കോടതി റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊരു ക്രിമിനൽ കോൺസ്പിറസി ആംഗിളിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ രീതി പോവുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഒരു വരിയിൽ അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് കോഴ്സ് ഓഫ് ന്യൂസ് പോകുന്നതെങ്കിൽ നമ്മൾ 1-2 ആഴ്ചക്കുള്ളിൽ 1-2 പേരുടെ അറസ്റ്റിലേക്കാണ് നീളുന്നത്. കാര്യം അല്ലാതെ വേറെ വഴിയില്ല. അതൊരു ക്രിമിനൽ ആക്ഷൻ എടുക്കേണ്ട കാര്യമാണ്. ആ അറസ്റ്റ് എന്ന് പറയുമ്പോൾ രാഹുലിന് സൂചനകൾ തരാമോ? ഇപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഗജ ഫ്രോഡിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അതല്ലാതെ? ഇല്ല, ഞാൻ ആരുടെയും പേര് പറയുന്നത് ശരിയല്ല. കാര്യം അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വ്യക്തിപരമായും പറ്റും പരിചയമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായിരുന്നവരാണോ, അല്ലെങ്കിൽ അത്തരം പദവി? ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ ഒരു ഇവരോടെല്ലാം വ്യക്തിബന്ധം ഉള്ളതുകൊണ്ട് എല്ലാവരോടും നല്ല ആത്മബന്ധം ഉള്ളതുകൊണ്ട് പറയണം ഒരു കാര്യം. ഇത് ഭക്തരുടെ മനസ്സിൽ എന്തുമാത്രം വേദനയാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കണം. അതായത് വിശ്വാസപൂർവ്വം തമിഴന്മാരും തെലുങ്കന്മാരും കന്നഡക്കാരും കൊണ്ടിടുന്ന കാര്യങ്ങൾ ഏതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വകാര്യ താല്പര്യവും 39 ദിവസവും അയാളുടെ കൈ ഇരിക്കുകയും പിന്നീട് മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഗൗരവമുള്ളതാണ്. ഇന്നത്തെ ഇയാൾ മുൻപ് ശാന്തി പണി ചെയ്തിരുന്നു എന്ന് പറയുന്ന ഈ ശ്രീറാംപുരയിലെ ബാംഗ്ലൂരിലുള്ള അവിടുത്തെ ഈ അയ്യപ്പ ക്ഷേത്രമുണ്ടല്ലോ, അവിടെ നിന്ന് ഇയാളെ 2004 പുറത്താക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ അവിടെ ഈ 2019 ഇതുമായി നേരെ അവിടേക്കാണ് പോകുന്നത്. അവിടേക്ക് പോയി ഇപ്പോൾ അവിടുത്തെ ട്രസ്റ്റി പറയുന്നത്, ആ മാനേജ്മെൻറ്റ് ട്രസ്റ്റി പീതാംബരൻ എന്ന് പറയുന്നയാൾ മാധ്യമങ്ങളോടൊന്ന് പറഞ്ഞത്, ആ ക്ഷേത്രത്തിനകത്ത് ഇരുമുടിക്കെട്ട് വെച്ചുകൊണ്ട് പൂജിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ ഇത് ദർശനത്തിന് വെക്കുന്നു. എന്നിട്ട് എന്തു പറഞ്ഞുകൊണ്ടാണ് ദർശനത്തിന് വെക്കുന്നത്? ഇത് ശബരിമലയിലെ മുഖ്യവാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മുഖ്യവാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രദർശനത്തിന് വെക്കുന്നു, പൂജിക്കുന്നു. അതിനുശേഷം വൈകിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ 39 ദിവസം കയ്യിൽ ഇത് വെച്ചുകൊണ്ട് എന്തൊക്കെ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നതാണ് അറിയേണ്ടത്. മാത്രമല്ല ഈ വിവേക് ജെയിൻ ഈ 2019 അവിടെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് അപ്പോൾ തന്നെ അഭിമുഖം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരന് സ്വപ്ന ദർശനമുണ്ടായി. എനിക്ക് വേണുജി, ഞാൻ ക്രോസ് വെരിഫൈഡ് വിനീത് ജെയിൻ എന്നാണ് ലഭ്യമായ വിവരം. സബ്ജക്ട് കറക്ഷൻ കേട്ടോ, വിനീത് ജെയിൻ. ഈ 2 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരാൾക്ക് സ്വപ്ന ദർശനം ഉണ്ടായത് സ്വപ്ന ദർശനം ഉണ്ടായി. ആ സ്വപ്ന ദർശനം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇത് നാം പുതുക്കി പണിയാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് സ്പോൺസർമാർ വേണം. അപ്പോൾ ഈ പോറ്റിയൊന്നുമല്ല ഇതിൽ പണം മുടക്കിയിട്ടുള്ളതും. അങ്ങനെ സ്പോൺസർമാരെ വേണമെന്ന് ഈ ജെയിൻ പറയുന്നു. ഒരു അഭിമുഖം ഒരു മാധ്യമത്തിന് കൊടുക്കുന്നു. ആ മാധ്യമത്തിന്റെ വിശ്വാസ്യതയൊക്കെ നാം പരിശോധിക്കേണ്ടതാണ്. കാരണം പണമുണ്ടാക്കാനുള്ള വിദ്യകളുടെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ ഒരു പണമിടപാടുകാരനായിട്ടുള്ള ഒരു രമേശുമുണ്ട് ഈ ട്രയോയിൽ. ഈ പോറ്റി, ഈ ജെയിൻ, ഒരു രമേശ്. അരുൺകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഉത്തരം പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് വന്നിട്ട് ചാനൽ പഠിച്ചു പറയുന്നത് ഞാൻ കേട്ടു. 2019 ഇത് ഇളക്കിയപ്പോ ഇത് ചെമ്പായിരുന്നോ സ്വർണ്ണമായിരുന്നോ, അഥവാ ചെമ്പായിരുന്നോ സ്വർണം പൊതിഞ്ഞ ചെമ്പായിരുന്നോ? ആ കാര്യം വളരെ ക്രിട്ടിക്കലാണ്. അതാണ് ഇതിന്റെ ആത്മാവ്. ആ ക്വസ്റ്റ്യനാണ്. കാര്യം ഓൾറെഡി ഉള്ളതാണെങ്കിൽ പിന്നെ എന്തിനാ സ്വർണം? ശരി, അല്ല, അനന്തഗോപൻ അത് സ്വർണം തന്നെയാണെന്ന് പറയുന്നു. പത്മകുമാർ അത് തനി ചെമ്പാണെന്ന് പറയുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ മറുപടി 2 CPM നേതാക്കന്മാർ മുൻപ് ഈ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരുന്നവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുൺ അതിലൊരു വ്യക്തത വരുത്തട്ടെ.